ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ടു സിസ്റ്റേഴ്സ് ലോകത്തിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്നെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ 4th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്കാണ് കേട്ടോ. അപ്പോൾ 4th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബയോണ്ട് ഫിയർ എന്ന് പറയുന്നൊരു യൂണിറ്റാണ്. ഇതിൽ പിക്ചർ ഡിസ്ക്രിപ്ഷനൊക്കെ ചോദിക്കുന്നുണ്ട്. അതേ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ എഴുതിയതാണ്, നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ബിഗ് ബുക്കാണ് ഞങ്ങളുടെ സ്കൂളിലൊക്കെ ഇംഗ്ലീഷിന് യൂസ് ചെയ്യാറ്. അപ്പം ഡിസ്ക്രിപ്ഷനിൽ എഴുതേണ്ടത് ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പിക്ചർ. ഇറ്റ് ഈസ് ദ പിക്ചർ ഓഫ് എ റെയിനി ഡേ. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇവിടെ റെയിനി ഡേ ആണ്, ഒരു ബ്യൂട്ടിഫുൾ പിക്ചറാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ പറയാം. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. It is the picture of a rainy day. People are walking with the umbrellas. There are many vehicles and shops. Vehicle can't go forward. Okay, a big tree fell on the road. A boy tries to push the tree. ഇത്രയാണ് ഈ പിക്ചറിലുള്ളത്. ഇതിന്റെ ഒരു ഇതിലുള്ളതെന്ന് പറയുന്നത് എ ട്രൂ ഹീറോ ഇസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദെയർ സ്ട്രെങ്ത് ബട്ട് ബൈ ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. നമുക്കിതൊന്ന് കാണാതെ പറയാം. A true hero is not defined by their strength, but by their ability to inspire, lead others. നമ്മൾ അത് പഠിച്ചു. നമുക്ക് അടുത്തത് പഠിക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് മഹാത്മാഗാന്ധി, മദർ തെരേസ, പേരൻസ്, ഫാർമർ, പിന്നെ ഇതെന്താന്ന്, ഇത് രണ്ടും എന്താണെന്ന് എനിക്ക് സംശയമില്ല. ഞാൻ പറയാമേ. ആദ്യമേ തന്നെ നമ്മൾ കാണുന്ന എന്താണ്, മഹാത്മാഗാന്ധിജിയാണ്. സെക്കൻഡ് കാണുന്ന സോൾഡറിനെയാണ്. പിന്നെ കാണുന്ന മദർ തെരേസ. പിന്നെ കാണുന്ന പേരൻസ്. പിന്നെ കാണുന്നത് എന്താ, ഫാർമർ. പിന്നെ ഇത് കാണുന്ന ഒരു കോമൺ മാൻ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പഠിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്. അതായത് ലിറ്റിൽ ഹാൻഡ്സ് എന്ന് വെച്ചാൽ കുഞ്ഞു കൈകളും അതിനേക്കാൾ വലിയ ധൈര്യവും. നമുക്കിതൊന്ന്